രാവിലെ ഒരു വീടിന്റെ തറക്കല്ലിടൽ 10ാം വീടിന്റെ അനുശ്രീ കൂടി വന്നിരുന്നു. അനുശ്രീയെ കൽപ്പാത്തി രഥോത്സവം കാണിക്കാൻ കൊണ്ടുവന്നില്ലേ? അല്ല, ഇന്നലെ വന്നിരുന്നു അവർ. ഇന്നിപ്പോൾ ഈ തിരക്കിനിടയിൽ അവർക്ക് മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു മറ്റൊരു സന്തോഷം. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് MLA എന്ന നിലയിലൊരു ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. സ്മൈല് നന്നായി പോകുന്നു. ഇന്നിപ്പോൾ 10ാമത്തെ വീടിൻ്റെ തറക്കല്ലിട്ടു. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോകട്ടെ. ആളുകളുടെ സ്നേഹവും പാലക്കാടിൻ്റെ കരുതലും പാലക്കാടിൻ്റെ വികസനമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും. അതിനെല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥന ഉണ്ടായാൽ മതി. 10ാമത്തെ വീടിന്റെ സ്മൈൽ ഭവന പദ്ധതിയിലെ 10ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം രാഹുലും സിനിമാ താരം അനുശ്രീയും കൂടി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയുമാണ് തനിക്ക് ആവശ്യം. പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുമ്പോൾ ആ രാഹുലിന് പിന്തുണ നൽകാൻ, രാഹുലിന്റെ സ്നേഹത്തിന് ഒപ്പം നിൽക്കാൻ പാലക്കാട്ടുകാർ തയ്യാറാവുകയും ചെയ്യുകയാണ്. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു വർഷം, ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ പൂർത്തിയായിട്ടില്ല. കാരണം കഴിഞ്ഞ നവംബർ 23-നാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ നവംബർ 23 ആയിട്ടില്ല. ഈ വരുന്ന ഒരു വർഷം എന്ന് തന്നെ നമുക്ക് പറയാം. എന്നിരുന്നാലും ഈ ഒരു വർഷക്കാലം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാവർക്കും സ്വീകാര്യനായിക്കൊണ്ട്, ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നു. രാഹുല് വലിയ വികസന പ്രവർത്തനങ്ങൾ MLA എന്ന രീതിയിലും അതിനപ്പുറം ചില രാഷ്ട്രീയ കരുനീക്കങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJPയെയും കണ്ണാടി ഭരിക്കുന്ന CPMനെയും പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ ഉൾക്കൊള്ളുന്നു. അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇവർ എല്ലാവരും രാഹുലിനെയും ഉൾക്കൊള്ളുന്നു. അതാണ് വ്യത്യാസം. ഇവരെ രാഹുൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം ഇവരെല്ലാവരും രാഹുലിനെയും ഉൾക്കൊള്ളുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ, നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ, സ്വകാര്യമായ പ്രശ്നങ്ങൾ, ഇവരുടെ പരാതികൾ, ഇവരുടെ നിവേദനങ്ങൾ എല്ലാം രാഹുലിലേക്ക് എത്തുന്നു. എല്ലാവരും വന്ന് രാഹുലിനെ കാണുന്നു. MLA ഓഫീസ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. രാഹുലും വളരെ സജീവമായ ഇടപെടലുകൾ പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നു. പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി രാഹുല് അപേക്ഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടുമ്പോൾ 2026 തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഹുൽ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും ഇത്ര സജീവമാകുന്നതും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ഇപ്പൊ രാഹുൽ തന്നെ പരസ്യമായിട്ട് ഈ പിന്തുണ തുടർന്നും ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇനി MLA എന്നുള്ള ഒരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 6, 7, 8 മാസം, അതിനപ്പുറം എന്താണെങ്കിലും ഈ വരുന്ന സർക്കാരിന്, ഈ നിലവിലുള്ള MLAമാർക്ക്, ജനപ്രതിനിധിമാർക്ക് കാലാവധിയില്ല. 6, 7, 8 മാസം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വർഷം പോലും ഒരു MLA ആയി പൂർത്തീകരിക്കാൻ കഴിയുകയില്ല താനും. കാരണം ഈ നിലവിലെ കാലാവധി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ എന്താണെങ്കിലും പാലക്കാട് തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും രാഹുൽ പങ്കുവെക്കുന്നു. അങ്ങനെ രാഹുൽ വലിയ ആത്മവിശ്വാസവും ഉറപ്പും പങ്കുവെച്ച് തൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമേ ബാക്കിയാവുന്നുള്ളൂ. രാഹുൽ 2026 മത്സരിക്കുമോ എന്നുള്ള ചോദ്യം. രാഹുൽ 2026 മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. അവിടെ നമ്മുടെ മുന്നിൽ ആൻസറുകൾ ഇല്ല എന്നുള്ളതാണ്. രാഹുലിന് ആഗ്രഹവും രാഹുലിന്റെ ഇഷ്ടവും അത് തന്നെയാണ്. 2026 പാലക്കാട് തന്നെ മത്സരിക്കണമെന്ന് രാഹുൽ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, രാഹുൽ നിലവിൽ കോൺഗ്രസിൽ നിന്ന് ഒരു സസ്പെൻഷൻ, ഒരു അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തിയാണ്. ഈ അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഒരു കൺഫ്യൂഷനാണ് അവിടെ നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈ അച്ചടക്ക നടപടി പിൻവലിക്കണം, അതല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടണം. രണ്ടിൽ എന്താണ് സംഭവിക്കുക? അച്ചടക്ക നടപടി പിൻവലിക്കുകയാണെങ്കിൽ രാഹുൽ ഉറപ്പായിട്ടും സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അച്ചടക്ക നടപടി പിൻവലിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ
രാഹുലിന് സീറ്റ് നിഷേധിക്കുവാനുള്ള സാധ്യതകളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് KPCCയുടെ യോഗങ്ങളിൽ, നേതൃയോഗങ്ങളിൽ പോലും അവിടെയും ഇവിടെയും ഒക്കെ ചില പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ആ ചർച്ചകൾക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. എന്തിന് ഇപ്പൊ ഈ കഴിഞ്ഞ നവംബർ 1 പോലും KPCCയുടെ നേതൃയോഗം നടന്നപ്പോഴേ അതിൽ രാഹുലിനെ തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നപ്പോൾ അത് ഇപ്പോ ആയിട്ടില്ല, അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്കുള്ള സമയമായിട്ടില്ല എന്നുള്ള നിലപാടാണ് KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും എല്ലാവരും സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ, രാഹുലുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയപ്പോൾ അത്തരത്തിലൊരു തൊട്ടുകൂടായ്മയില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല രാഹുൽ എന്നുള്ള അഭിപ്രായമാണ് KPCC പ്രസിഡന്റും പങ്കുവച്ചത്. അപ്പോൾ എന്താണെങ്കിലും രാഹുലിന്റെ ഒരു തിരിച്ചുവരവ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് എപ്പോഴുണ്ടാകുമെന്നുള്ള കാര്യമാണ്. ഇനി ഈ ഒരു ഇലക്ഷൻ കഴിയുന്നത് വരെ കോൺഗ്രസ് വെയിറ്റ് ചെയ്യുമോ? കാരണം അതിന് പല ഘടകങ്ങളുണ്ട്. ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഈ പറയുന്ന നേതൃത്വത്തിന് മുമ്പിലുണ്ട്. പല ചോദ്യങ്ങളും നേതൃത്വത്തിന് മുമ്പിലുണ്ട്. പല ആശങ്കകളും നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2026 തെരഞ്ഞെടുപ്പാണ് ഞാൻ പറയുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കുമോ രാഹുലിന്റെ തിരിച്ചുവരവ്? അല്ല, അതിന് മുൻപേ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും. ആ തിരിച്ചുവരവിനോടൊപ്പം തന്നെ രാഹുൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യവും ഒരു ആശങ്കയായി മുന്നിൽ നിൽക്കുകയാണ്. രാഹുൽ എന്താണെങ്കിലും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ രാഹുൽ തീരുമാനങ്ങൾ എടുത്തപ്പോഴും രാഹുൽ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. രാഹുൽ പറയുന്നുണ്ട്, ഞാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണെങ്കിലും ഞാൻ പാർട്ടിക്ക് പുറത്തല്ല, പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടോ പാർട്ടിയുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് ചാടിക്കൊണ്ടോ ഉള്ള പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നും ഉണ്ടാവില്ല എന്ന് രാഹുൽ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ രാഹുൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അച്ചടക്ക നടപടി പിൻവലിക്കാതിരിക്കുകയും ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കുകയും ചെയ്താൽ അത് രാഹുൽ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ്. രാഹുൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന രാഹുൽ പാർട്ടി വിട്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്വതന്ത്രനായിക്കൊണ്ടോ മത്സര രംഗത്തേക്ക് കടന്നു വരുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് നമ്മുടെ മുന്നിൽ ബാക്കിയാവുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഹുല് ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ള കാര്യം മാത്രം രാഹുൽ അത്ര വിശദമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ രാഹുൽ പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ്. അതങ്ങ് തുറന്നു പറയാൻ രാഹുലും തയ്യാറാവുന്നില്ല, നേതൃത്വവും തയ്യാറാവുന്നില്ല. ഇനി വേണ്ട, ഈ പോക്ക് തന്നെ പോകട്ടെ, രാഹുൽ മണ്ഡലത്തിൽ സജീവമാകട്ടെ, രാഹുൽ MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ തുടരട്ടെ, വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കട്ടെ. സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുൻപായി കൊണ്ട് ഈ പറയുന്ന സസ്പെൻഷനും അച്ചടക്ക നടപടിയിലും ഒരു തീരുമാനം കൈക്കൊള്ളാം എന്നുള്ള ഒരു നിലപാടിലാണോ കോൺഗ്രസ് നേതൃത്വവും രാഹുലും മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സംശയം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും രാഹുല് തിരിച്ചു വരണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ അയാൾ പാലക്കാട് തിരിച്ചെത്തിയിട്ടുണ്ട്, അയാൾ MLA ആയി വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതല്ല എൻ്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തണം, പാർട്ടിയുടെ മുന്നണി പോരാളിയായിട്ട് ഉണ്ടാവണം. കാരണം രാഹുലിനെ പോലെ കഴിവുള്ള വ്യക്തിത്വമുള്ള മനുഷ്യൻ അയാൾ പാർട്ടിയുടെ മുന്നണി പോരാളിയായി പാർട്ടിയെ പ്രതിരോധിച്ചതാണ് ഇത്രയും നാൾ. ഈ പറയുന്ന വിവാദങ്ങൾക്ക് തൊട്ടു മുൻപ് വരെ പാർട്ടിയെ വലിയ അർത്ഥത്തിൽ പ്രതിരോധിച്ച് പാർട്ടിയുടെ ന്യായങ്ങൾ പറയാൻ മുൻപന്തിയിൽ ഉണ്ടായ മുന്നണി പോരാളിയാ. അങ്ങനെ കഴിവുള്ള വ്യക്തിയെ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടുകൂടാ. പലപ്പോഴും എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള പല നേതാക്കളുണ്ട്, ഇപ്പോ നിലവിൽ പല നേതാക്കളുമുണ്ട്. അവരുടെയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന രാഹുൽ ഇത്തരത്തിൽ തള്ളി മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വെക്കേണ്ട വ്യക്തിയല്ല രാഹുൽ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ തിരിച്ചുവരവ് വലിയ ഒരു ചോദ്യമായി എൻ്റെ മനസ്സിൽ എപ്പോഴും അവശേഷിക്കുന്നതും. കാരണം നടപടികളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചടക്ക നടപടികളിലോ യാതൊരുവിധ പുനർവിചിന്തനങ്ങളും നടക്കാതിരിക്കുമ്പോൾ
ചർച്ചകൾ നടക്കാതിരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ അത് രാഹുലിന്റെ തിരിച്ചുവരവിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ നമ്മളോട് ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളുടെ സ്നേഹവും ഉണ്ടാകണമെന്ന് രാഹുൽ അഭ്യർത്ഥിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ രാഹുലിന്റെ 2026 രാഹുലിനെ പാലക്കാടിന്റെ MLA ആയി കാണുവാനും അയാൾ അവിടെ മത്സരിക്കുന്നത് കാണുവാനും നമ്മൾ വലിയ കാത്തിരിപ്പിലാണ്.